നല്ല നെയ്ച്ചോറും നല്ല ബീഫും. മരുവള് സഫിയ പറഞ്ഞു, ഇത് കഴിക്കൽ ഹറാമാണ്, ഇത് ഷിർക്കിന്റെ ഭക്ഷണമാണ്, ഇത് കഴിക്കൽ ഹറാമാണെന്ന്. റഹീം ഹാജി ആകെ അന്തം വിട്ടു. മൂപ്പരാള് സലഫി ചിന്താഗതിക്കാരനാണെങ്കിലും ഒരു നാടിന്റെ ഒരു പൊതുവായ നന്മക്ക് വേണ്ടിയിട്ട് വിട്ടുവീഴ്ച ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. മൂപ്പര് പറഞ്ഞു, അല്ല മോളെ, ഇതിപ്പോ എങ്ങനെ ഷിർക്കിന്റെ ഭക്ഷണം? നമുക്കിപ്പോ നബിദിനത്തോട് താല്പര്യമില്ലെങ്കിലും നമ്മുടെ നാട്ടിലുള്ള എല്ലാവരും കൂടിയിട്ട് കൊടുത്ത സംഭാവനക്ക് അവിടെ ഉണ്ടാക്കണം നെയ്ച്ചോറല്ലേ എന്ന് പറയുന്ന കഥാപാത്രത്തെ ഈ വ്ളോഗർ എങ്ങനെയാണ് പ്രൊമോട്ട് ചെയ്തിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ മൂപ്പർ ഈ രണ്ട് തോണിയിലും കാലിടും. അതുകൊണ്ട് എല്ലാവരുടെ തൃപ്തിയും കിട്ടും. സലഫി പള്ളിയിലാണ്, അതാ നിങ്ങളിതൊന്ന് കേട്ടു നോക്കൂ. ഇപ്പം എന്താ പറഞ്ഞ്, സലഫി പള്ളിയിലാണ് മൂപ്പർ എല്ലാ വെള്ളിയാഴ്ച, സംഗതി അങ്ങനെയൊക്കെ ആയാലും സലഫി പള്ളിയിലാണ് മൂപ്പർ വെള്ളിയാഴ്ച എത്തുക. അതിലൊരു അർത്ഥമുണ്ട്. സത്യത്തിൽ വെള്ളിയാഴ്ച എന്ന് പറയുന്നതാണ് നമുക്ക് കിട്ടേണ്ട ഏറ്റവും വലിയ ഖുതുബ പ്രഭാഷണം കിട്ടുന്നത്. നമുക്ക് ഒരാഴ്ചത്തേക്ക് കിട്ടുന്ന ഉത്ബോധന പ്രസംഗമാണത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ നിന്ന് നമുക്ക് പലതും കിട്ടാനുണ്ട്. അപ്പോൾ അങ്ങനെ അത് കിട്ടാൻ പോകുന്ന ഈ റഹീമാജി എന്തുകൊണ്ടാണ് ആ റഹീമാജിയുടെ ജീവിതത്തിൽ അത് വല്ല ഫലപ്രദവുമായോ? പിന്നെ എന്തിനാ മൂപ്പർ ടൗണിലേക്ക് തന്നെ ഉള്ള ഓടിപ്പോയിട്ട് അവിടെ ഈ സലഫി മസ്ജിദിലത്തെ ഖുതുബ കേൾക്കുന്നത്? ഒരു ഇഞ്ചി മാറ്റമില്ല. പിന്നെ എന്തിനാണ്? മൂപ്പരെ സംബന്ധിച്ചിടത്തോളം ഈ ജാഹിലിയ്യത്തിലും ഉണ്ട്, ആ അസഹിഷ്ണുവാദികളിലും ഉണ്ട്, ഇവിടെയുണ്ട്, എല്ലായിടത്തും ഉണ്ട്. സംഘടനാ സങ്കുചിതത്വം ഇല്ല എന്നാണ് ഇപ്പോൾ മൂപ്പർ പറയുന്നത്. പക്ഷേ സംഘടനാ സങ്കുചിതത്വം വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, വേണ്ട. പക്ഷേ അടിസ്ഥാനപരമായിട്ട് ഈ ചെയ്യുന്നത് ഇത് ശിർക്കും കുഫ്റുമാണ് എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. ലാ താക്കുലു മിമ്മാല യുദ്ക്കർ ഇസ്മുല്ലാഹി, ഇതാണ് ഇതിൻ്റെ പ്രധാനം. അള്ളാഹുവും അവൻ്റെ ദൂതനും പറയാത്ത ഒരു സദ്യ നടത്തിയിട്ട് അതിൽ നിന്ന് ബിസ്മി ചൊല്ലിയാലും ചൊല്ലിയില്ലെങ്കിലും അതിന് വിതരണം ചെയ്യുകയും കൊടുക്കുകയും ചെയ്യുന്ന ഭക്ഷണം അത് നിഷിദ്ധമാണ്. എന്തുകൊണ്ടെന്നാൽ നമുക്ക് ഇങ്ങനെ ഒരു ആചാരമില്ല. അപ്പോൾ ഉദാഹരണം എല്ലാവരും പറയും അതുകൊണ്ട് നല്ലതല്ലേ, അതോ എന്താ കുഴപ്പമുള്ളത്? അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂൽ ഇത് പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. അള്ളാഹുവിൻ്റെ റസൂലും അവിടുത്തെ സലഫു സാരികളും കഴിഞ്ഞു പോയ അമ്പിയാക്കന്മാരും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത് എന്ന് ചോദിച്ചപ്പോൾ ഹൈന്ദവ ആചാരപ്രകാരം അവർക്ക് ചില ജന്മതീയതികളും ജന്മാഷ്ടമിയും കൊണ്ടും ഓർക്കപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് അവർക്ക് അതിൽ പല ഭക്ഷണങ്ങളും കഴിക്കേണ്ടതുണ്ട്. ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ക്രിസ്തുമസ് എന്ന പേരിൽ ഒരു ജന്മദിനം ആഘോഷിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ടും അപ്പോൾ നമ്മളുടെ നബിയുടെ ജന്മദിനം എന്തുകൊണ്ട് നമ്മൾക്കും അതൊന്ന് സ്വാഭാവികമായിട്ടും ആഘോഷിച്ചുകൂടെ എന്ന ഒരു ചോദ്യം ഉണ്ടാവുകയാണ്. സലഫു സാലിയുകളായ മുഅ്മിനീങ്ങൾ കാണിച്ചു തന്ന മാർഗത്തിന് വിരുദ്ധമായിട്ട് ഒന്നോ രണ്ടോ ഒരു ദിവസം പാടി പുകഴ്ത്തി അവസാനിപ്പിക്കപ്പെടുന്ന ഒരു മദ്ഹ് പാടേണ്ട ആളല്ല അള്ളാഹുവിൻ്റെ റസൂല്. അപ്പോൾ ഞാൻ പറയുന്നത് ഒരു നിലപാടുള്ളവരാണ് മുസ്ലിം സമുദായം. പായസം കുടിച്ച് ഗ്ലാസ് വലിച്ചെറിഞ്ഞും ചോറ് തിന്നു. അപ്പോൾ മരുമകൾ കുറച്ച് സലഫിയിൽ നിന്നാണ് വിവാഹം ചെയ്തതെന്ന് പറയുന്നുണ്ട്. എന്നിട്ടും ആ മരുമകൾ ഈ ചോറ് നമുക്ക് ഹറാമല്ല. അപ്പോൾ ആ മരുമകളുടെ ബുദ്ധി പോലും നോക്കണം, ചെറിയ പെൺകുട്ടിയായ ആ മരുമകളുടെ ബുദ്ധി പോലും യഥാർത്ഥത്തിൽ ഇയാൾ പറയുന്നത് സത്യമാണെങ്കിൽ ആ റഹീമാജിയുടെ ഭാര്യയും കാണിച്ചില്ല. ആലോചിച്ച് നോക്കും. മറിച്ച് ഇത് ലായി പറഞ്ഞ് ആ ചോറ് എത്ര ബുദ്ധിമുട്ടുള്ള ഒരു ബർക്കത്തിൻ്റെ ചോറാണ് എന്ന് മൂപ്പർ പറയണില്ല. പക്ഷേ അത് ബർക്കത്തിൻ്റെ ചോറാണ് എന്ന നിലക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ ഒരാൾ ഉപയോഗിച്ചാൽ അത് ശിർക്കാണ്, മുർത്തദ്ദാണ്. മാത്രമല്ല ബിദ്അത്തുകളെ കുറിച്ചാണ് അള്ളാഹുവിൻ്റെ റസൂൽ കൂടുതലായി ഗൗരവപൂർവ്വം ഉണർത്തിച്ചത്. അതും വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നമുക്ക് കാണാം. അള്ളാഹുവിൻ്റെ റസൂൽ കുല്ല ബിദ്അത്തിൻ ദലാല വ കുല്ല ദലാലത്തിൻ ഫിന്നാർ എന്ന് പറയുന്നത് എന്നും വെള്ളിയാഴ്ച ദിവസമാണ്. സലഫി പള്ളിയിലാവട്ടെ അത് വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കുന്നുമുണ്ട്. എന്നിട്ടും ഈ റഹീമാജിക്ക് യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ലെങ്കിൽ ഇയാൾ എന്തു ചെയ്തു, ഏത് പള്ളിയിൽ പോയി, എന്താ പ്രയോജനം? നമ്മൾ പറയുന്നത് അള്ളാഹുവിൻ്റെ വിശുദ്ധ വേദഗ്രന്ഥത്തിൽ അവൻ്റെ ദൂതൻ പറഞ്ഞതിൽ തൃപ്തിപ്പെടാതെ അതുപോരാ ഞങ്ങൾക്ക് വേറെ ചില കാര്യങ്ങളിലാണ് തൃപ്തി എന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരോട് അനുകരിച്ച് ഇതര വിഭാഗങ്ങളോട് ചാണോട് ചാണായും മുഴത്തോട് മുഴമായും അനുകരിച്ചുകൊണ്ട് ഞങ്ങൾ ഇസ്ലാമിൻ്റെ സഹിഷ്ണുതക്കാരാണ്. പക്ഷേ അതുകൊണ്ട് എന്തുണ്ട്, ഇയാൾക്ക് വലിയ മണിക്കൂർ കൊണ്ട് തന്നെ വലിയ റീച്ച് കിട്ടുന്ന ഒരു വ്ളോഗറാണ്. ഞാനിപ്പോൾ ആ വ്ളോഗർ പേര് പറയുന്നില്ല. വലിയ റീച്ച് കിട്ടും. അതോടൊപ്പം അതിനെതിരെ നീന്തുന്നവർക്ക് റീച്ചൊന്നും ഉണ്ടായില്ല. പക്ഷെ പറയുന്നത് നാളെ പരലോകത്തിലേക്കുള്ള ഒരു മുതൽക്കൂട്ടാണ്. അള്ളാഹുവിൻ്റെ റസൂലിനെ എങ്ങനെയാണ് പ്രേമിക്കേണ്ടത് എന്ന്, എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത് എന്ന് അള്ളാഹുവും അവൻ്റെ റസൂലും പറഞ്ഞിട്ടുണ്ട്. മൻ അഹബ സുന്നത്തി ഫഖദ് അഹബനി മൻ അഹബനി മഹിയ ഫിൽ ജന്ന. ഇതോടുകൂടെ എല്ലാം വ്യക്തമായി.
എന്നെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ എന്തൊന്നാണോ നിങ്ങളിലേക്ക് പഠിപ്പിച്ചിട്ടുള്ളത് പഠനം, ഞാൻ എന്തൊന്ന് പ്രവർത്തിക്കാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് അത് നിങ്ങൾ പ്രവർത്തിക്കുക. ഞാൻ എന്തൊന്നാണോ നിങ്ങൾക്ക് ഹറാമാക്കിയിട്ടുള്ളത് അത് നിങ്ങൾ നിഷിദ്ധമാക്കുക. അള്ളാഹുവിൻ്റെ റസൂൽ ഞാൻ ഒരു കാര്യം കൂടെ പറയാണ്, ഇതര വിഭാഗങ്ങളോട് നിങ്ങൾ ഇത്രയേറെ അനുകരിക്കുമ്പോൾ എന്നിട്ട് നരകത്തിൽ പിടഞ്ഞ് ചാവാൻ പോവുകയാണ്. ഞാൻ പറയുന്നത് വിശുദ്ധ ഖുർആനിൻ്റെയും പ്രവാചക വചനത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ്. ഒരിക്കലും ആലോചിച്ച് നോക്കണം. നമ്മൾ വിചാരിക്കുന്നുണ്ട് ഇതൊക്കെ വലിയ പുണ്യത്തിനാണ് എന്ന്. നോക്കണം, നമ്മൾ അങ്ങനെയാണ് എല്ലാ കാര്യവും. ഇതര വിഭാഗങ്ങൾ ഇപ്പോൾ എന്താ പറയുക, മാതാ അമൃതാനന്ദമയി എന്ന് പറയുന്ന സ്ത്രീ പല സഹായങ്ങളും ചെയ്യുന്നുണ്ട്, പല ക്ഷേമപ്രവർത്തികളും ചെയ്യുന്നുണ്ട്. പക്ഷേ അത് നമുക്ക് അനുയോജ്യമല്ല, നമുക്കത് സ്വീകരിച്ചുകൂടാ. നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഒരാൾ വലിയ അന്യായമായ പ്രവൃത്തി ചെയ്തുകൊണ്ട് അയാൾ സഹായിക്കുന്നുണ്ട്. അയാൾ അനുജ എന്ന് പറയുന്ന ഒരു ഹിന്ദു സഹോദരിക്ക് അന്നേ ദിവസം ഭക്ഷണം കിട്ടിയത് റഹീമാജി കൊടുത്തിട്ടാണ്. മാത്രമല്ല റഹീമാജി ഒരു 500 റുപ്യയും കൊടുത്ത്, റഹീമാജി പിന്നെ കുറേ ചാക്കിലാക്കി സാധനങ്ങൾ കൊടുത്ത്, ഇതൊക്കെ റഹീമാജിക്ക് പുണ്യം കിട്ടുമെന്ന് ആര് പറഞ്ഞു കൊടുത്തതാണെങ്കിലും തീർച്ചയായിട്ടും എനിക്ക് ഒന്നേ പറയാനുള്ളൂ, അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ള 2 വചനം മാത്രം ഓതി ഞാനിത് അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു ഇത് ഗുണം ചെയ്യുമെങ്കിൽ ഉപകരിപ്പിക്കുന്നവർക്ക് ഫദക്കിർ ഇൻ നഫാത്തി ദിക്റ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ ഞാൻ അത് ഉണർത്തുന്നു മാത്രം. അള്ളാഹു അനുഗ്രഹം ചെയ്തിട്ടുള്ളവർക്ക്, ഹിദായത്ത് ചെയ്തിട്ടുള്ളവർക്ക്, ചിന്തിക്കാൻ മനസ്സുള്ളവർക്ക് പ്രാപ്തമായ ഒരേ ഒരു വചനം മാത്രമാണ്, 2 വചനം മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഓതുന്നത്. വിശുദ്ധ ഖുർആനിലെ 18-ാമത്തെ അധ്യായമായ അൽ കാഫ് എന്ന സൂറത്തിൽ 103-ഉം 104-ഉമായിട്ടുള്ള വചനത്തിൽ ഒരു വലിയ ചോദ്യം ചോദിക്കുന്നുണ്ട്. അതിൽ എന്താണ് പുണ്യമെന്നും എന്താണ് പാപമെന്നും ഈ 2 വചനം മാത്രം മതിയാകുമെന്നാണ് പണ്ഡിതന്മാർ മുഴുവനായിട്ട് പറഞ്ഞിട്ടുള്ളത്. അതാണ് എന്താണെന്ന് ചോദിച്ചാൽ, പ്രവാചകരെ കുൽ ഹൽ നുനബ്ബിയുക്കും ബിൽ അഖ്സരീന അഹ്മാല. നോക്കണം, പ്രവാചകരെ താങ്കൾ പറഞ്ഞു കൊടുക്കുക. ഇതെല്ലാവർക്കും സെർച്ച് ചെയ്ത് കണ്ടെത്താൻ കഴിയും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രവാചകരെ താങ്കൾ പറയുക, ഹൽ നുനബ്ബിയുക്കും ബിൽ അഖ്സരീന അഹ്മാല. നോക്കണം, കർമ്മങ്ങൾ പാഴായിട്ടുള്ള ആളുകളെക്കുറിച്ച് പ്രവാചകരെ താങ്കൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കൂ എന്ന് പറഞ്ഞാൽ ഈ മുസ്ലിം കൗമിനും പറഞ്ഞു കൊടുക്കൂ എന്ന് തന്നെയാണ് അർത്ഥം. കാരണം അവർ കുറേ പണി ചെയ്തിട്ടുണ്ട്, പക്ഷേ എന്താ പ്രയോജനം? അത് പാഴായിട്ടുണ്ട്. പ്രവാചകരെ അവർക്ക് പറഞ്ഞു കൊടുക്കൂ. എന്താണ്? അല്ലദീന ലഅല്ല സഹയ്യുഹും ഫിൽ ഹയാത്തി ദുനിയ വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻഹാ. അവരിതൊക്കെ പ്രവർത്തിച്ചത് 104-ാമത്തെ വചനമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അവരിതൊക്കെ പ്രവർത്തിച്ചത് ഞങ്ങൾക്ക് പ്രതിഫലം കിട്ടുന്ന ആളെ പരലോകത്ത് എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്. അതാണ് അതിൻ്റെ വ്യക്തമായ വിശദീകരണം. ഈ പ്രവൃത്തികൾ ഏത് വിഭാഗം ആളുകളും അള്ളാഹുവിൻ്റെയും അവൻ്റെ ദൂതൻ്റെയും പ്രമാണബദ്ധമല്ലാത്ത എന്തു കാര്യങ്ങളും ചെയ്താൽ അവർക്ക് തിരിച്ചു കിട്ടുന്നത് സ്വർഗമായിരിക്കില്ല, മറിച്ച് അള്ളാഹുവിൻ്റെ നരകാഗ്നിയായിരിക്കും. പ്രതീക്ഷിച്ചിട്ടുള്ളത് അവർ സ്വർഗം ലഭിക്കുമെന്നാണ്. കാരണം എന്താണ്? അതിന് പ്രമാണങ്ങളില്ല. അത് മറ്റു മതവിഭാഗങ്ങളായാലും മുസ്ലിം നാമധാരികളായാലും മുസ്ലിം മതവിഭാഗങ്ങളിലെ ഇത്തരത്തിലുള്ള വിഡ്ഢികളായാലും ഒക്കെ സംഭവിക്കാൻ പോകുന്നത് അത് തന്നെയാണ്. കുന്നോളം അവർ കൊടുത്തിട്ടുണ്ട്, നാളെ പരലോകത്ത് ഒന്നും കാണില്ല. കാരണം അവരുടെ വിശ്വാസം വികലമായി തീർന്നിട്ടുണ്ട്. പരലോകത്ത് കിട്ടുമെന്നാണ് അവർ പ്രതീക്ഷിച്ചത്. പക്ഷേ അള്ളാഹുവിൻ്റെ ഖുർആനും അവൻ്റെ റസൂലിൻ്റെ ചര്യയും മാതൃകയായിട്ടില്ലാതെ പ്രവർത്തിച്ചത് വഴി അവർക്ക് വലിയ ശിക്ഷ കിട്ടും, നരകാഗ്നി ശാശ്വതമായിട്ട് വെന്തരിയേണ്ടി വരും എന്ന് തന്നെയാണ് ഈ വചനവും പിന്നീട് തുടർന്ന് വരുന്ന വചനങ്ങളിലും അള്ളാഹു പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഖുർആൻ പഠിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി.